ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് നാളുകളായിട്ട് വീഡിയോ ചെയ്യുന്നില്ലായിരുന്നു. അപ്പം കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ മൂലം ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒത്തുവന്നില്ല. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു തിരിച്ച് വരവ് ഞാൻ നടത്താൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം. അപ്പം ഞാൻ വരാൻ കാരണം ഇപ്പം 2 ദിവസം കൂടി കഴിയുമ്പോൾ നമ്മുടെ 2024 എന്നുള്ള വർഷം കഴിയുകയാണ്. അപ്പോൾ പുതുവർഷ പുലരിയിലേക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങളും ആഘോഷങ്ങൾക്ക് വേണ്ടിയെല്ലാം എല്ലാവരും കാത്തിരിക്കുകയാണ്. അപ്പം അതിന് മുന്നോടിയായിട്ട് ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോൾ ഒരു ചെറിയൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ്, കുമ്മനം ഫെസ്റ്റിവൽ. അപ്പോൾ ഞങ്ങളുടെ നാട്ട് കുമ്മനത്താണ് താമസിക്കുന്നത്. അപ്പോൾ കുമ്മനം ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പരിപാടി ഞങ്ങളുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്തങ്ങാടി, അതായത് പൈതൃക കച്ചവട കേന്ദ്രമായിരുന്നുള്ള താഴത്തങ്ങാടിയുടെ സമീപത്ത് മീനച്ചിലാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന കുമ്മനം എന്ന പ്രദേശത്ത് 2 വർഷങ്ങളായിട്ട് പുഴയോരം ഫെസ്റ്റ് എന്ന ഒരു പരിപാടി നടത്തുന്നുണ്ട്. ഇപ്പോൾ നാട്ടിലെ ആളുകളെയും നമ്മുടെ സമീപ പ്രദേശങ്ങളിലുള്ളവരെയൊക്കെ സംഘടിപ്പിച്ച് അവരെയെല്ലാം ആകർഷിക്കുന്ന രീതിയിൽ നമ്മുടെ സംഘാടകർ കുറേ പരിപാടികൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അതെല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കുവാനും അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വന്ന് ആസ്വദിക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ കുമ്മനത്തേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ സ്റ്റാളുകളുണ്ട്. പിന്നെ എല്ലാവർക്കും ഒരു ആകർഷകമായിട്ടൊരു ഫ്രീ ബോട്ടിംഗ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വരെ ആദ്യത്തെ ദിവസമൊക്കെ 100 രൂപ ഫീസ് വെച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അതെല്ലാം ഫ്രീ ആണ്. അപ്പോൾ ബോട്ടിങ്, ഗെയിം സോണുകൾ, പിന്നെ പല മത്സരങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് രാത്രി ഗാനമേളയോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ കുമ്മനം ഫെസ്റ്റിവൽ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരെയും ഈ ഒരു ദിവസത്തേക്ക് ആദ്യം തന്നെ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം 6:30 മുതലൊക്കെയാണ് വൈകുന്നേരത്തെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പം പകൽ എന്തൊക്കെ പരിപാടികളുണ്ട്, ആ സ്റ്റാളുകളൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ പോയി നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ എല്ലാവരെയും കുമ്മനത്തേക്ക്, ഈ കുമ്മനം ഫെസ്റ്റിവലിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. കമാൺ. കാന്താരി മുന്തിരിച്ചോള എല്ലാം വരുന്നുണ്ട്. വൈകിട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നത്തെ ഓഫറാണ്. ഇന്ന് വൈകിട്ടത്തെ ഓഫർ എങ്ങനെയാണെന്ന് അറിയത്തില്ല. അത് കൂട്ടുകാരോട് ചോദിക്കണം. ഞാൻ കൂടുതൽ ഷെയർട്ട് നടത്തുന്ന കടയാണ്. ആണ് നമ്മുടെ ചെറുക്കാണ്. എല്ലാവരും ഇവിടെ വന്ന് ജ്യൂസ് കുടിക്കണം. മൊജിറ്റോ ഉണ്ട്, എല്ലാ വെറൈറ്റി മൊജിറ്റോസും ഇവിടെ ലഭ്യമാണ്. ഇങ്ങനെ വൈകിട്ട് താർക്കോ?
കേക്ക് മത്സരത്തിൻ്റെ ഫലം പ്രഖ്യാപിക്കുന്നതിനായി ജഡ്ജസിന് നല്ല എഫർട്ട് എടുത്തിട്ടുണ്ട് എല്ലാവരും 3 പേരും. സോ ഫൈനൽ ജഡ്ജ്മെന്റ് ഇസ് there are 2 winners, 2 first ഒരു സെക്കൻഡ്. ഷൈനി നവാസ് and ഹസീന both of them deserve first because of reasons. Because ഒരാൾ ഇവിടെ വന്നിട്ടാണ് ഫ്രം ദ സ്ക്രാച്ച് ചെയ്തത്. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒരാൾക്കുണ്ട്. ദ ഫ്ലേവർ വാസ് ഗുഡ്, എല്ലാം നല്ലതായിരുന്നു. ഒരാൾ പകുതി മുക്കാലും ചെയ്തുകൊണ്ടാണ് വന്നത്. സ്റ്റിൽ ദർ വാസ് എ ലോട്ട് ഓഫ് എഫർട്ട്. അപ്പം അവർക്ക് 2 പേരും ഡിസേർവിംഗ് ആണ്. ഫ്ലേവർ ഉണ്ട്, കുറച്ചുകൂടെ മാംഗോ ഫ്ലേവർ ഒക്കെ ഇട്ടിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഫ്ലേവർ വൈസും അപ്പിയറൻസ് വൈസും ഷൈനിയുടെ ആൻഡ് ഹസീന ടെക്നിക്കും ഹസീനയുടെയാണ് കുറച്ചുകൂടെ നല്ലതായിട്ട് വന്നേക്കുന്നത്. ഗ്രീഷ്മ വിനോദും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. 2 ഫസ്റ്റ്, 1 സെക്കൻഡ്. താങ്ക് യു. കുമ്മനം പുഴയോരം ഫെസ്റ്റ് ഇത് കഴിഞ്ഞ വർഷം നമ്മൾ വളരെ നല്ല രീതിയിൽ നടത്തി 2023 ഒക്ടോബർ മാസത്തിൽ. അതിൻ്റെ തുടർച്ചയെന്ന വണ്ണം 2024 ഒക്ടോബർ മാസം നടത്താൻ തീരുമാനിച്ച ഈ ഫെസ്റ്റാണ് നമ്മൾ വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഡിസംബറിലേക്ക് മാറ്റിവെച്ചത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ നാടിനും അവരുടെ സ്നേഹവും ഐക്യവും കൂട്ടായ്മയും ഒക്കെ ഒത്തുചേരാൻ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഉത്സവങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ ഉണ്ട്. നമ്മുടെ നാടിൻ്റെ ആഘോഷവും അല്ലെ ഉത്സവവും ജാതിമത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒത്തുചേരാനും അവർക്ക് പരസ്പരം കാണാനും സംസാരിക്കാനും അവർ നാടിൻ്റെ കാഴ്ചകൾ കാണാനും നാട്ടിലെ കുട്ടികളുടെ അല്ലെങ്കിൽ നാട്ടിൽ കഴിവുള്ള ആളുകൾക്ക് ഉള്ള വേദികൾ ഒരുക്കാനും കച്ചവടം നടത്താനും അതോടൊപ്പം തന്നെ ആളുകൾ കൂട്ടത്തോടെ ഇത് കാണാൻ വരുമ്പോൾ കച്ചവടം നടത്താനും വിനോദങ്ങളിൽ ഏർപ്പെടാനുമുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്നുള്ളത് വളരെ ചെറിയൊരു കാര്യമല്ല. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ പരസ്പരം സ്നേഹിക്കാനുള്ള വേദികൾ വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അത്തരം ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു ഫെസ്റ്റ് എന്നൊരു ആശയം ഞങ്ങൾ കണ്ടെത്തുന്നതും ആ ഫെസ്റ്റിന് വേണ്ടി എല്ലാവരെയും ചേർത്ത് വെച്ചിട്ട് വലിയ മീറ്റിങ്ങുകൾ വിളിച്ച് വളരെ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് ഒരു പരിപാടി സംഘടിപ്പിക്കാൻ. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എല്ലാ മേഖലകളിൽ നിന്നും ആളുകളെ സംഘടിപ്പിച്ചു പലപ്പോഴും ഇതൊക്കെ നടത്താൻ പറ്റുമോ എന്ന് പോലും കരുതി ഞങ്ങൾ പിന്മാറിയിട്ടുണ്ട്. പിന്നീട് ആളുകൾ കൂട്ടത്തോടെ ഇതിനെ സഹായിക്കുകയും അതിൻ്റെ പിന്തുണ നൽകുകയും കഴിഞ്ഞ തവണ നമുക്കറിയാം അച്ചായൻസ് ഗോൾഡിൻ്റെ ഒരു പിന്തുണ നമുക്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നല്ല രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ കിട്ടിയായിരുന്നു. ഇത്തവണയും അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ നമുക്ക് എല്ലാ തരത്തിലും നേരിട്ടല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ എല്ലാത്തരം പിന്തുണയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റുള്ള ആളുകളുടെ എല്ലാവരുടെയും നമുക്കറിയാം ഈ നാട്ടിൻ്റെ പരസ്പരം സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനുഷ്യനായി നിൽക്കുന്ന ആളുകൾക്ക് മനുഷ്യരെ സ്നേഹിക്കാൻ കഴിയുന്ന ആളുകൾക്കൊക്കെ ഒരുമിക്കാൻ കഴിയും. മറ്റുള്ള ചിന്തകളോ മറ്റ് മത രാഷ്ട്രീയ വൈര ചിന്തകളില്ലാത്ത ആളുകൾക്ക് ഒന്നിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് നാം ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം നാട്ടിലേക്ക് കാഴ്ചകൾ കാണാൻ നമ്മുടെ നാട് കാണാൻ പറ്റുന്നതാണ്, ടൂറിസത്തിന് പറ്റുന്നതാണ്, പരസ്പരം സ്നേഹിക്കാൻ പറ്റുന്നതാണ് എന്നുള്ള ഒരു ഒത്തൊരുമയുടെ ഒരു കൂട്ടായ്മ ഒത്തൊരുമയുടെ ഒരു വേദിയാക്കി ഇത് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു നേട്ടമാണ്. നമുക്കറിയാം ഞങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഈ കമ്മിറ്റിക്കാർ ആത്മാർത്ഥമായി ഞങ്ങളോടൊപ്പം നിന്ന് ഈ ഓരോ ദിവസവും നമുക്കറിയാം വളരെ വലിയ വെല്ലുവിളിയാണ്. ഇത്രയും വലിയ ഒരു തുക കണ്ടെത്തി ഒരു വലിയ ഫെസ്റ്റ് 3 ദിവസം നടത്തുക എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു പരിപാടിയല്ല. ഉറക്കമുളച്ചതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ടതിൻ്റെ സാമ്പത്തികം സ്പോൺസറെ നേരിട്ട് ലഭിക്കാത്തത് കൊണ്ട് സാമ്പത്തികം കണ്ടെത്താനായി തുടക്കം മുതൽ ഇതിൻ്റെ പിന്നിൽ കഷ്ടപ്പെട്ട് തന്നെ വേണം ഓരോരുത്തരും. അതുപോലെ നമ്മുടെ ഫെസ്റ്റിൻ്റെ ചെയർമാൻ നാസറണ്ണൻ നാസർ ചാത്തങ്കോട്ടുമാരി നമുക്കറിയാം നാട്ടിലെല്ലാം സുപരിചിതനായ അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇതിൻ്റെ എല്ലാ കാര്യത്തിനും ഇത്തവണ മുന്നിൽ നിന്ന് തന്നെ ഞങ്ങൾക്ക് നയിച്ചു. അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഫെസ്റ്റിൻ്റെ ആക്ടിംഗ് ചെയർമാനാണ്. അതുപോലെ ജാബിർ ഖാൻ കൺവീനർ നമ്മുടെ ജനറൽ കൺവീനറാണ്. നമ്മുടെ കൺവീനർമാരും പ്രോഗ്രാം കോർഡിനേറ്റർമാരും അടക്കമുള്ള ആളുകളാണ് ഇതിനോടൊപ്പം വരുന്നത്. നമ്മുടെ ഈ പരിപാടി ഈ നിമിഷം വരെ മൂന്നാമത്തെ ദിവസത്തിൻ്റെ അവസാന സെഷനിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം ഇന്നലെ വലിയ തോതിലുള്ള നാട്ടിലെ കലാകാരന്മാർക്ക് അവരുടെ കഴിവുകൾ വേദിക്കാൻ സ്വന്തം നാട്ടിൽ ഒരു അവസരം ലഭിക്കുക എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. നമുക്ക് പലപ്പോഴും മറ്റു സ്കൂളുകളിൽ പോയി പരിപാടി നടത്താം, അല്ലെങ്കിൽ മറ്റു വേദികൾ കണ്ടെത്തി പരിപാടി നടത്താം. പക്ഷേ സ്വന്തം നാട്ടിൽ സ്വന്തം നാട്ടുകാരുടെ മുന്നിൽ നമ്മളുടെ മക്കളുടെ പരിപാടികളൊക്കെ നടത്താൻ കഴിയുക, അവരോടൊപ്പം സന്തോഷിക്കുക കഴിയുക, അതൊക്കെ ഒരു വിശാലമായ മനസ്സുണ്ടെങ്കിൽ മാത്രമേ അതിനെയൊക്കെ ആ തരത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയൂ. ഈ പരിപാടി ഇതുവരെയുള്ള കാര്യങ്ങളിലെല്ലാം വൻ വിജയമാണ്. ഇന്നത്തെ സമാപന വെടിക്കെട്ടോടുകൂടിയാണ് ഇന്ന് സമാപിക്കുന്നത്. സമാപന സമ്മേളനം ഇന്ന് വൈകുന്നേരം നടക്കും. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ അൻസർഷ നമ്മളോട് സംസാരിക്കും.
നമ്മുടെ നാട്ടിൽ നമ്മൾ ഏറ്റവും വലിയ ഒരു ജനസഞ്ചയത്തെ നമുക്ക് ഈ നാട്ടിലേക്ക് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആകർഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ആ വിജയം എന്ന് പറയുന്നത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ജാതി വിഭാഗത്തിൻ്റെയോ ഒരു മതവിഭാഗത്തിൻ്റെയോ രാഷ്ട്രീയ വിഭാഗത്തിൻ്റെയായിട്ട് മാത്രം കാണേണ്ടതല്ല. ഈ നാട്ടിലെ ജനങ്ങൾ അവർ എല്ലാ തരത്തിലും ഒരു ജനങ്ങളായിട്ട് നിന്നുകൊണ്ട് തന്നെ ഈ ഫെസ്റ്റിനെ ഏറ്റെടുത്തു. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം പകരുന്നത് നമ്മുടെ കുമ്മനം എന്ന് പറയുന്ന സ്ഥലം മാത്രമല്ല നമ്മുടെ ഈ ഒരു ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ പരിസര നാടുകൾ അയ്മനം, തിരുവാർപ്പ്, നമ്മുടെ കൊമരകം, നമ്മുടെ കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്ന പല ഭാഗങ്ങൾ, ഇതെല്ലാം അവിടുത്തെ ജനങ്ങളെല്ലാം ഈ ഫെസ്റ്റിനെ വളരെ ആവേശത്തോടെ സ്വീകരിക്കുകയും ഒരു ഒരുമയുടെ ഒരു കൂട്ടായ്മ, അതായത് ഇപ്പോൾ അടുത്ത് സൂചിപ്പിച്ചതുപോലെ എല്ലാ ചിന്തകളും മാറ്റിവെച്ചുകൊണ്ട്, രാഷ്ട്രീയ ചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട്, മതചിന്തകൾ മാറ്റിവെച്ചുകൊണ്ട് ഒരു കൂട്ടായ്മ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഫെസ്റ്റിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. ഇതിൻ്റെ രക്ഷാധികാരികളായിട്ടുള്ളത് നൂറുദ്ദീൻ മേത്തർ തോട്ടയ്ക്കാട്ട്, അതുപോലെ നമ്മുടെ ജേക്കബ് കുട്ടി പൊന്നാറ്റ്, രാജഗോപാൽ മണ്ണൂർ, ഇവരുടെയൊക്കെ നേതൃത്വം നൽകുന്ന ആ നിർദ്ദേശങ്ങൾ അവരുടെ പൂർണ്ണമായിട്ട് പാലിച്ചുകൊണ്ട് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെയർമാനും കൺവീനറും നിർത്തിക്കൊണ്ട് ഒരു വലിയ ഒരു സംവിധാനം രൂപപ്പെടുത്തിയെടുത്ത് ഇതിനെ വിജയത്തിലെത്തിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ വിവിധ പ്രദർശന സ്റ്റാളുകൾ ഇത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്നലെ നാട്ടുചന്ത എന്ന് പറയുന്ന നാട്ടിലെ ജനങ്ങൾക്ക് നമ്മൾ ഓപ്പൺ മാർക്കറ്റിൽ കിട്ടുന്ന വിലയെക്കാട്ടിലും വില കുറച്ച് സാധനങ്ങൾ ഇവിടെ വിപണനം നടത്താൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു നേട്ടമാണ്. നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വലിയൊരു പദ്ധതിയായിരുന്നു അത്. അതുപോലെ നമ്മൾ വിവിധ പ്രദർശന സ്റ്റാളുകൾ, അതുപോലെ നമ്മുടെ ഈ പ്രദർശന സ്റ്റാളിൽ കൂടുതലും ഹോം മെയ്ഡ് സാധനങ്ങൾ ഉണ്ടാകുന്ന പല കാര്യങ്ങളും അവർ ചെയ്തുകൊണ്ട് വരുന്ന പല ഇതുമുണ്ട്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ഉൽപ്പന്നങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം നമ്മൾ ഇതിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇന്ന് 3 ദിവസങ്ങളിലായി നമ്മുടെ ഇവിടെ കയാക്കിങ്, ബോട്ടിങ്, അതുപോലെ കൊട്ടവഞ്ചി ബോട്ടിങ്, ഇതൊക്കെ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് JRS അക്കാഡമിയുടെ ആസാദിൻ്റെ നേതൃത്വത്തിൽ സൗജന്യമായിട്ട് നമ്മൾ ഇവിടെ മിനിച്ചേരി നടത്തുന്നത്. അതൊക്കെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ്. ഇതൊക്കെ പരമാവധി ഉപയോഗപ്പെടുത്തുവാൻ ആളുകൾ വലിയ തിരക്കായിരുന്നു അവിടെ. കാരണം കുട്ടികളുടെ ഈ ഒരു അവധി ദിനങ്ങൾ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ട സ്കൂളിലെ അവധി ദിനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്താൻ അത് സാധിച്ചിട്ടുണ്ട്. ഇന്നും അതിൻ്റെ വൈകുന്നേരം തൊട്ട് അതിൻ്റെ സമാപനമുണ്ട്. ഇതിപ്പം അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക്, ഈ ഒരു സംവിധാനം നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വിവിധ ഫുഡ് കോർട്ടുകൾ പല ഇതുമുണ്ട്. അപ്പോൾ ഇന്ന് ഏതൊക്കെയാലും രാവിലെ തൊട്ടേ നമ്മുടെ ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ ഓപ്പണാണ്. ഇവിടുത്തെ ആളുകൾക്ക് അതിൽ വന്ന് അത് ഉപയോഗപ്പെടുത്തിയെടുക്കാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സമാപനമാണ് ഇന്ന് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ജലവിഭവ പ്രതിനിധി റോഷി അഗസ്റ്റിനാണ്. അതിനുശേഷം നമ്മുടെ കൊച്ചിൻ മ്യൂസിക് മീഡിയയുടെ ഗാനമേള കൂടി, അത് കഴിഞ്ഞ ശേഷം നമ്മൾ ആകാശ വിസ്മയം എന്ന് പറഞ്ഞ് വെടിക്കെട്ടോടുകൂടി നമ്മുടെ പ്രോഗ്രാം അവസാനിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് നമ്മുടെ കുമ്മനം എന്നുള്ള നാട്ടിലെ ജനങ്ങളെ മാത്രമല്ല, ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കൂട്ടായ്മ മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വേദിയായിട്ട് നമ്മളിതിനെ കാണുകയാണ്. ഞങ്ങളെ തന്നെ അത്ഭുതപ്പെടുത്തുന്ന വലിയൊരു ജനക്കൂട്ടമാണ് ഈ ഒരു പരിപാടിക്ക് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ കാണുകയാണ്. ഈ ഒരു കൂട്ടായ്മ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ നാടിനെ പുറം ലോകത്തിൻ്റെയൊക്കെ അറിയിക്കുവാൻ, നമ്മുടെ നാടിൻ്റെ നാമം, പ്രത്യേകിച്ച് കുമ്മനം എന്നുള്ള ഈ ദേശം നമ്മുടെ എവിടെ ചെന്നാലും കുമ്മനംകാർക്ക് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് നമ്മളിതിനെ കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ഞങ്ങളുടെ ഒരു വലിയൊരു അഭിമാനമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അപ്പം അതിലേക്ക് ഞങ്ങൾ മുഴുവൻ ആളുകളെയും വൈകിട്ട് നടക്കുന്ന ഈ പ്രോഗ്രാമിലോടും അതുപോലെ എട്ടുകളി മത്സരം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് എല്ലാത്തിനെയും ആളുകളെ ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തോടെ നമ്മുടെ ഈ വർഷത്തെ ഫെസ്റ്റിന് സമാപനം കുറിക്കുകയാണ്. അപ്പോൾ അതുപോലെ നിങ്ങളെപ്പോലുള്ള ചാനലും മീഡിയകളും ഒക്കെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വലിയ നിസ്തുലമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. പ്രത്യേകം നന്ദി അതിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ സമാപന സമ്മേളനത്തേക്ക് നമ്മൾ എല്ലാ വിഭാഗം ജനങ്ങളെയും ഹാർദവമായിട്ട് നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. പരിപാടി ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഇതും നമ്മൾ നടത്തുന്നുണ്ട്. ആ പരിപാടിയിലേക്ക് മുഴുവൻ ആളുകളെയും ഞങ്ങൾ ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം. കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മൂന്നാമത്തെ പ്രോഗ്രാമായ കേക്ക് നിർമ്മാണ ഇതാണ് ഇപ്പോൾ നമ്മളിവിടെ ഫൈനലൈസ് അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിച്ചത്. അപ്പോൾ നമ്മുടെ ഈ കേക്ക് നിർമ്മാണത്തിന് ജഡ്ജസ് ആയിട്ട് വന്നിരുന്നത് റിയ പോപ്പൻ, അഞ്ജന സക്കറി, അതുകൂടാതെ കുമ്മനം പുഴയോരം ഫെസ്റ്റ് കമ്മിറ്റിയുടെ കൺവീനർമാരായ സെറീന വെളിപ്പുറത്തില്, ഉമേലത്ത്,
സൂര്യ, ഷീബാസി, അതുപോലെ ഈ പരിപാടിയുമായിട്ട് ഇതിൻ്റെ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും കുമ്മനം നാട്ടൊരുമയുടെ പേരിലും പുഴയോര ഫെസ്റ്റിവൽ കമ്മിറ്റിയുടെ പേരിലുള്ള അദ്ദേഹമായ നന്ദി അറിയിക്കുന്നു.